ഹലോ മക്കളെ. അപ്പൊ നോക്കിയേ, ക്രിസ്മസ് എക്സാം ഒക്കെ ആയല്ലേ ടീച്ചറെ? ഓക്കെ. അപ്പൊ നോക്കിയേ, എല്ലാവരും ബയോളജിയും അതേപോലെ തന്നെ മറ്റുള്ള സബ്ജക്ട് ഒക്കെ പഠിക്കാൻ വേണ്ടി ധൃതിപ്പെട്ട് നടക്കായിരിക്കും. കാരണം എക്സാമിന് മാർക്കൊക്കെ വാങ്ങണ്ടേ? നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം അല്ലേ? അപ്പൊ നോക്കിയേ, ബയോളജിയിൽ ഫുൾ മാർക്ക് വാങ്ങാനായിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചറെ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ 4 മാർക്കും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഫുൾ മാർക്ക് 4 മാർക്കിന്റെ 3 മാർക്കിന്റെ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ആൻസർ ചെയ്യാനായിട്ട് പോവാ. അപ്പൊ എന്ത് ചെയ്യണം? അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കണ്ടിരിക്കണം കേട്ടാ, ക്ലാസ് കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അധികം ലാഗ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഞാനാണ്, അത് കഴിഞ്ഞ് നമ്മുടെ ഹാഷ്മി ടീച്ചർ വരും. ഓക്കെ. ഫസ്റ്റ് റിൻഷിദ് ടീച്ചറെ ഏൽപ്പിച്ചിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങള് നന്നായിട്ട് എന്ത് ചെയ്യാ? ടീച്ചറെ ക്ലാസ് കേൾക്കാം. അതിനുശേഷം ഞാൻ വരാം കേട്ടാ. അപ്പൊ നോക്കിയേ, നമ്മള് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അല്ലേ? അപ്പൊ നോക്കിയേ, ടീച്ചർ 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്കുന്നത്. ആ 10 ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന് പഠിക്കണം. ഓക്കെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ. ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ അല്ലെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം? അപ്പുറത്തോനെ ഇപ്പുറത്തോനെ നോക്കല്ല അല്ലെ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? വായിച്ചു നോക്കണം. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു ഫിഗർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ആ ഫിഗർ നല്ലോണം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ആ ഫിഗർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ തറവായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സാധനമാണല്ലേ അത്. എന്താണ്? നമുക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ അറിയാം. പക്ഷെ എടുത്ത വഴിക്ക് എന്ത് ചെയ്യരുത്? ആൻസർ എഴുതരുത്. ഓക്കെ. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആൻസർ എഴുതാൻ പാടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ് ഏതാണ്? ഏത് പ്രോസസ്സാണ് മക്കളെ? അതന്നെ എല്ലാവർക്കും അറിയണ ആൻസർ ആണല്ലോ. ഏതാണ് ആ പ്രോസസ്സിന്റെ പേര്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം. എന്താ പറയേണ്ടത്? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം. ഓക്കെ. ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 1 മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഹൗ ഡസ് ദിസ് പ്രോസസ് കോസ് വേരിയേഷൻ ഇൻ ഓഫ് സ്പ്രിംഗ്. അതായത് ചിത്രത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ ഏത്? നമ്മൾ പറഞ്ഞല്ലേ ക്രോസിംഗ് ഓവർ ആണെന്ന് പറഞ്ഞു. ഇനി ഈ പ്രക്രിയ സന്താനങ്ങളിൽ വ്യതിയാനത്തിന് കാരണമാകുന്ന എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ മക്കളെ സന്താനങ്ങളിൽ ഇത് വ്യതിയാനത്തിന് കാരണമാകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഇത് ക്രോമസോമുകളാണല്ലോ. ഈ ക്രോമസോമുകൾ എന്ന് വെച്ചാൽ എന്താ? DNA കെട്ടുകളാണ് അല്ലെ? DNA ഇങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കണാണ് എന്ത്? ക്രോമസോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഈ ക്രോമസോം ക്രോസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഭാഗങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യാ? അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ DNA അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത് അല്ലെ? ഈ ഒരു ഓറഞ്ച് ക്രോമസോം എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ള DNA പച്ച ക്രോമസോമിന് കൊടുക്കും. പച്ച ക്രോമസോമോ തിരിച്ച് DNA എന്ത് ചെയ്യും? ഓറഞ്ച് ക്രോമസോമിനും കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നോക്കിയേ, ഇവിടെ പുതിയ 2 ക്രോമസോമുകൾ ഉണ്ടായില്ലേ? ഈ DNA അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഇവരെന്തായി? പുതിയ കോമ്പിനേഷൻ ഉള്ള DNA ആയിട്ട് അല്ലെ ക്രോമസോം ആയിട്ട് മാറി. ഈ ക്രോമസോം ആർക്ക് കിട്ടണേ? ഇനി വരുന്ന ജനറേഷനിലെ കുട്ടികൾക്ക് കിട്ടണേ അല്ലേ? അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ള ക്രോമസോം പുതിയ കുട്ടികൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന കുട്ടികൾക്ക് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ പുതിയ വെറൈറ്റീസ് ഉണ്ടാവാനായിട്ട് തുടങ്ങും. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് വേരിയേഷന് കാരണമാവുന്നത് വെച്ചാൽ ഇത്രേ ഉള്ളൂ മക്കളെ. നമ്മുടെ ക്രോമസോമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, പാർട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ശരിക്കും എന്താ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? DNA അല്ലേ? അപ്പൊ അങ്ങനെ DNA എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പുതിയ ക്രോമസോം ആണ് ഈ പറഞ്ഞ കുട്ടികൾക്ക് കിട്ടാം, ഓഫ് സ്പ്രിങ്സിന് കിട്ടാം. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന പുതിയ ക്രോമസോം പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നു. ഓക്കെ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പുതിയ വെറൈറ്റി ആയിട്ടുള്ള കുട്ടികളും പുതിയ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഉണ്ടാവുന്നത്. ഓക്കെ. ആൻസേഴ്സ് ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതാണ് പ്രോസസ് എന്ന് ചോദിച്ചാൽ ഏതാണ് പ്രോസസ്? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാക്കാന്ന് ചോദിച്ചല്ലേ? പാർട്സ് ഓഫ് DNA ക്രോസ് ഓവർ ബിക്കം ദ അനദർ പാർട്ട് ഓഫ് ദി DNA. ഓക്കെ. ദിസ് കോസ് ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജീൻ. ജീനുകളിൽ ഇവരെന്തുണ്ടാക്കുന്നു? വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. DNA അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് ജീനുകളിൽ എന്ത് ചെയ്യണം മക്കളെ? വ്യത്യാസം ഉണ്ടാവാനായിട്ട് കാരണം. When these chromosomes are transferred to next generation, പുതിയ ജനറേഷനിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കണേ? ഇറ്റ് കോസ് എക്സ്പ്രഷൻ ഓഫ് ന്യൂ ക്യാരക്ടേഴ്സ് ഇൻ ഓഫ് സ്പ്രിങ്സ്. ഓഫ് സ്പ്രിംഗിൽ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണമാകുന്നു. ഓക്കെ അല്ലേ പറഞ്ഞത്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇത് 2 മാർക്ക്, ഇത് 1 മാർക്ക്. അങ്ങനെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയരുത്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പിച്ചോ, എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം. ഓക്കെ അല്ലേ പറഞ്ഞേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഏതാ സാധനം? സിക്കിൾ സെൽ അനീമിയാണ് തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. ചാടി എഴുതാൻ പാടുണ്ടോ? ആൻസർ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആൻസർ എഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ.
എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ ഷേപ്പ് ഓഫ് RBC ഇൻ പിക്ചർ A ആൻഡ് B. പിക്ചർ എയിലും പിക്ചർ ബിയിലും നോക്കി RBC ആണ് തന്നിരിക്കുന്നത് അല്ലെ. അവരുടെ ഷേപ്പുകൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്തായിരിക്കും മക്കളെ ഇങ്ങനെ ഡിഫറൻസ്, അതായത് ആ രണ്ട് ഷേപ്പുകളിലും ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും മക്കളെ? ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, അരുണ രക്താണുക്കൾ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനം എന്താ? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ RBC ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വേണം? അമിനോ ആസിഡുകൾ വേണം. മനസ്സിലായില്ലേ? അമിനോ ആസിഡുകൾ ഇങ്ങനെ ചെയിൻ ആക്കി വെച്ചേക്കണാണ് ഹീമോഗ്ലോബിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ അമിനോ ആസിഡ് ഇങ്ങനെ ചെയിൻ ആക്കി വെക്കണമെങ്കിൽ അവിടെ കുറച്ച് ജീനുകൾ ഉണ്ട്. ആ ജീനുകളാണ് അമിനോ ആസിഡിന്റെ സീക്വൻസ് ഉണ്ടാക്കാൻ സഹായിക്കുക. ആ ജീനുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുക അല്ലെങ്കിൽ ഡിഫോമിറ്റീസ് സംഭവിക്കുക ചെയ്തു കഴിഞ്ഞാൽ അമിനോ ആസിഡിന്റെ ചെയിനുകളിലും അത് വ്യത്യാസം ഉണ്ടാക്കും. അങ്ങനെ അമിനോ ആസിഡിന്റെ ചെയിനുകൾ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ മാറ്റും. കാരണം മനസ്സിലായില്ലേ? ടീച്ചർ ഒന്നുകൂടി പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സാധനം എന്താ? ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിൻ എങ്ങനെ ഉണ്ടാവുന്നത്? അമിനോ ആസിഡുകളുടെ ചെയിനാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ സഹായിക്കുക, അവർക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാൻ സഹായിക്കുക. ഈ അമിനോ ആസിഡുകളുടെ ചെയിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കുറച്ച് ജീനുകളാണ്. ഈ ജീനുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അമിനോ ആസിഡിന്റെ ചെയിനുകളിൽ വ്യത്യാസം ഉണ്ടാവും. അമിനോ ആസിഡിന്റെ ചെയിനുകളിൽ വ്യത്യാസം ഉണ്ടായാൽ എന്താ സംഭവിക്കുക? അത് ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ആ ഒരു മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കളയും. അങ്ങനെ മാറ്റുമ്പോഴാണ് നമ്മുടെ ഈ ഒരു നോർമൽ RBC എന്തായിട്ട് മാറുന്നത്? ഇങ്ങനെ അരിവാള് പോലെയായിട്ട് മാറണേ. ഇങ്ങനെ അരിവാളായിട്ട് മാറണേ നമ്മൾ പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും. അപ്പൊ കാരണം ചോദിച്ചാൽ അതെ ഇത്ര ഉള്ളൂ മക്കളെ. ദ ഡിഫക്ട് ഇൻ ദ ജീൻ മേ ഓൾസോ കോസ് ഡിഫോമിറ്റീസ് ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ സീക്വൻസുകൾക്ക് തകരാറുണ്ടാക്കും, മാറ്റം സംഭവിപ്പിക്കും. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? അവർ നമുക്ക് എല്ലാവർക്കും അറിയാം, അമിനോ ആസിഡ് എന്ന് വെച്ചാൽ എന്താ? ഹീമോഗ്ലോബിന്റെ ബിൽഡിംഗ് ബ്ലോക്സാ. ഓക്കെ, ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നവരാണ് ആര്? അമിനോ ആസിഡ്. അപ്പൊ എന്താ സംഭവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമിനോ ആസിഡുകളുടെ ചെയിനുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ തന്നെ എന്ത് ചെയ്യും? മാറ്റിക്കളയും. അങ്ങനെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ മാറിക്കഴിയുമ്പോഴാണ് മക്കൾ എന്ത് സംഭവിക്കുക? ഈ ബ്ലഡ് സെൽസ് ഇങ്ങനെ അരിവാള് പോലെയായിട്ട് മാറുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കാരണം. മനസ്സിലായില്ലേ? ഡിഫക്ട് ഇൻ ദ ജീൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്ത് എഴുതേണ്ടത്. ഡിഫക്ട് ഇൻ ദ ജീൻ മേ ഓൾസോ കോസ് ഡിഫോമിറ്റീസ് ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്. ഇതില്ലെങ്കിൽ അതിന്റെ മാർക്ക് കിട്ടില്ല. ഇതാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എഴുതേണ്ട പോയിന്റ്. ഓക്കെ അല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നെയിം ദ ഡിസീസ് ഇൻഡിക്കേറ്റഡ് ബൈ B. ഈ തന്നിരിക്കുന്ന ഡിസീസിന്റെ പേര് നമ്മളിപ്പോ 2-3 പ്രാവശ്യം പറഞ്ഞല്ലേ. എന്താണ് ആ അസുഖത്തിന്റെ പേര് എന്ന് പറഞ്ഞ മക്കളെ? ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ദിസ് ഡിസീസ് ബിലോങ്. ഈ രോഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് മക്കൾ ഈ രോഗം പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസീസ്. ജനിതക രോഗത്തിലാണ് സിക്കിൾ സെൽ അനീമിയ സാധാരണ എന്ത് ചെയ്യാറ്? ഉൾപ്പെടുത്താറുള്ളത് അല്ലെ. ഇതൊക്കെ ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസീസ്. മലയാളത്തിൽ എന്ത് പറയും? ജനിതക രോഗം എന്ന് പറയും. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് ദ റീസൺ വൈ ദ പേഷ്യന്റ് വിത്ത് ദിസ് ഡിസീസ് എക്സ്പീരിയൻസ് അനീമിയ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് അല്ലെ. ഈ 3 ചോദ്യം നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ആ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്ന സിക്കിൾ സെൽ അനീമിയയുടെ പാരഗ്രാഫിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണോ? അല്ല. അത് നമ്മൾ ചിന്തിച്ച് വേണം എഴുതാനായിട്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ എത്ര ബയോളജി കാണാപ്പാഠം പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ശേഷി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബയോളജിയിൽ മാർക്ക് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പൊ പറഞ്ഞേക്കണ എന്താ? ഗീവ് ദ റീസൺ വൈ ദ പേഷ്യന്റ് വിത്ത് ദിസ് ഡിസീസ് എക്സ്പീരിയൻസ് അനീമിയ. ഈ ഒരു രോഗമുള്ള ആൾക്കാർക്ക് അനീമിയ എന്ന് പറയും. അനീമിയം കൂടി വരും. എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാ മക്കളെ? കാരണം വേറൊന്നുമില്ല. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് നമുക്കറിയാം ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ഒക്കെ മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അവിടെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. നമ്മുടെ ബ്ലഡ് സെൽസിന് അരുണ രക്താണുക്കൾക്ക് ഓക്സിജൻ വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും അല്ലെ, കുറയും. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കാം? അതെന്തിനു കാരണമാവും? അനീമിയക്ക് കാരണമാവും. മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മുടെ ബ്ലഡ് സെൽസിന് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖമാണ് എന്ത്? അനീമിയ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ നോക്കിയേ, ഇവിടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അത് കൂടാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഈ ഒരു സിക്കിൾ സെൽ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലഡിന്റെ ഒഴുക്ക് ബ്ലോക്ക് ആവും.
നിങ്ങൾ ആ ഒരു ഫിഗർ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഫിഗർ നോക്കിയാൽ മതി. അതിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോ വാൽവിലോട്ട്, ഓരോ കുഴലിലോട്ട് കയറുമ്പോഴും ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ആവുന്നുണ്ട് അല്ലെ? അങ്ങനെ ബ്ലഡ് ബ്ലോക്ക് ആവുകയും ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? അനീമിയ. അപ്പൊ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അനീമിയ വരും? ബിക്കോസ് ഓഫ് ദ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഡിക്രീസ് ആൻഡ് ബ്ലോക്ക് ഓഫ് ബ്ലഡ്. കാരണം മനസ്സിലായില്ലേ? ചിന്തിച്ചെഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ കേട്ടാ. 4 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓർത്ത് വെച്ചോ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, 4 ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ആൻസേഴ്സ്. സിമ്പിൾ ആണോ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? നോക്കി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. പലരും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റിച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കാണാപ്പാഠം പഠിച്ചിട്ടായാലും കുഴപ്പമില്ല, വൃത്തിയിൽ എഴുതാം. ഓക്കെ, വൃത്തിക്ക് ബോക്സ് വരച്ച് ഓർഡർ ആക്കി എഴുതാം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം. ബനാന, ബനാന എന്ന് പറഞ്ഞത് ഏത് ഡിസീസാ മക്കളെ? ബനാന ഏത് ഡിസീസാ ഉണ്ടാവാ? ഇറ്റ് ഈസ് ഡ്യൂ ടു ബെഞ്ചി ടോപ്പ് അല്ലെ? ബെഞ്ചി ടോപ്പ് ആണ് ആർക്ക് വരുന്നത്? ബനാനയ്ക്ക് വരുന്നത്. ബെഞ്ചി ടോപ്പ് ഓഫ് ബനാന അല്ലെ? ആ ഒരു ഓർഡറിൽ പറയുമ്പോൾ തന്നെ കിട്ടും. ബെഞ്ചി ടോപ്പ് ഓഫ് ബനാന എന്താണ്? വൈറസ്. ബെഞ്ചി ടോപ്പ് ഓഫ് ബനാന വൈറസ് ആണെന്ന് അറിയാം. ഓക്കെ, ഇനി പാഡി. പാഡി ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി. അത് പറയുമ്പോൾ തന്നെ ആ ഒരു ഫ്ലോയിൽ നമുക്ക് അങ്ങോട്ട് വരും. ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി ഏതാണ് മക്കളെ? അത് ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി ഈസ് ബാക്ടീരിയൽ ഡിസീസ്. ലാസ്റ്റ് ആണെങ്കിലോ കോക്കനട്ടിന്റെ എല്ലാവർക്കും പറയാൻ പറ്റുമോ? ഏതാണ് കോക്കനട്ട്? ഇറ്റ് ഈസ് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഏതാണ്? ഫംഗസ് ആണ്. ഓക്കെ, അതിന്റെ ബോക്സ് ടീച്ചർ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. കാണാപ്പാടം ആയാലും പഠിച്ചു വെക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് കയ്യിലിരിക്കും. 3 മാർക്ക് വെറുതെ കൊണ്ട് കളയണോ? വേണ്ട, ഡയറക്റ്റ് ആണ്. വൃത്തിയിൽ പഠിച്ചിട്ട് പോവാ, മാറിപ്പോരുത്. പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഡയറക്റ്റ് ആണ്, വിട്ട് കളയരുത് ട്ടാ. ഓക്കെ അല്ലേ? ഇനി, there is nothing scientific in blaming mothers who only give birth to female child. Do you agree with this statement? Why? ഇതും അതെ, എല്ലാവരും തെറ്റിച്ച് വെക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ. പക്ഷെ തെറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. വൃത്തിയിൽ 2-3 പ്രാവശ്യം വായിക്കുക, അർത്ഥം മനസ്സിലാക്കി നോക്കുക. പിന്നെ ഒരു ടീച്ചർക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നോക്കിയേ, ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരാം അല്ലെ? അവിടെ യെസ് ഓർ നോ എന്തായാലും എഴുതിയിരിക്കണം. അതിനൊരു മാർക്ക് ഉറപ്പാ. ഓക്കെ അല്ലേ? പലരും യെസ് ഓർ നോ എഴുതാറില്ല. അതാണ് ഒന്നാമത്തെ തെറ്റ്. പിന്നെ നിങ്ങൾ വിചാരിക്കും എല്ലാ യെസ് ഓർ നോ ക്വസ്റ്റ്യനിലും നോ തന്നെയാണ് ആൻസർ വരാൻ. എപ്പോഴും നോ ആയിരിക്കില്ല ആൻസർ വരാട്ടാ. ചില സമയങ്ങളിൽ അതെന്തായിട്ട് മാറും? യെസ് ആയിട്ടും മാറാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് യെസ് ഓർ നോ എഴുതാൻ മറക്കരുത്. എപ്പോഴും എന്ത് ചെയ്യരുത്? നോ എഴുതി വെക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം ആലോചിക്കാം ഇത് യെസ് ആയിരിക്കോ നോ ആയിരിക്കോ എന്ന്. ഓക്കെ, ശ്രദ്ധിച്ച് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്ന അമ്മമാരെ കുറ്റപ്പെടുത്തുന്നതിൽ ശാസ്ത്രീയമായി ഒന്നുമില്ല. അതായത് പെൺകുട്ടികൾ മാത്രം ആണ് പ്രസവിക്കുന്ന അമ്മമാര്, അവർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മമാര് പെൺകുട്ടികളെ പ്രസവിച്ചെന്ന് വെച്ച് എല്ലാ കുറ്റം അമ്മമാർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറയണേ. സയന്റിഫിക്കലി അതിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയല്ലേ പറയണ്ടേ? അപ്പൊ അവിടെ കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് യെസ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, ശരിയാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ചോദിച്ചേക്കാണ് വൈ, എന്തുകൊണ്ട് അമ്മമാരെ മാത്രം കുറ്റം പറഞ്ഞാൽ കാര്യമില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്താ? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അമ്മമാര് മാത്രമാണോ കുട്ടികൾ ഉണ്ടാക്കുന്നേ? അല്ല, അതിനകത്ത് വലിയൊരു റോൾ ആർക്കുണ്ട്? അച്ഛന്മാർക്കും ഉണ്ട്. അമ്മമാരെ മാത്രം നമുക്ക് പറഞ്ഞ കാര്യമില്ല അല്ലെ? അച്ഛന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റോളില്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മമാരിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെപ്പാട് നമുക്ക് എന്ത് ക്രോമസോം മാത്രമേ കാണാൻ പറ്റൂ? എക്സ് ക്രോമസോം മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ? അതേസമയം അച്ഛന്മാരിലാണെങ്കിലോ ഫാദേഴ്സിലാണെങ്കിലോ അവർക്ക് 2 ടൈപ്പ് ക്രോമസോം ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അപ്പൊ ഈ 2 ക്രോമസോം വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? കുട്ടികളെ ആണാക്കണോ പെണ്ണാക്കണോ തീരുമാനിക്കുക. ഓക്കെ, XX ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? ഫീമെയിൽ ആയിരിക്കും. XY ക്രോമസോം ആണെങ്കിൽ എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അച്ഛനാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റോള് നടത്തുന്നത് അല്ലെ? അച്ഛന്റെ ക്രോമസോംസ് ആണ് ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നത്, കുട്ടി ആണാവണോ പെണ്ണാവണോ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ അതിനകത്ത് അമ്മമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എഴുതണം. യെസ് ഓർ നോ എഴുതിയിട്ട് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ എഴുതാ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ റീസൺ കൂടി കൊടുക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഫുൾ എഴുതണം. വെറുതെ അച്ഛന്റെ ക്രോമസോമിന്റെ അളവ് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇത് ഫുൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
എ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എയ്ഡ്സ് ഈസ് ഗിവൺ ബിലോ. ഏതാണ് ഇവിടെ അസുഖം തന്നിരിക്കുന്ന മക്കളെ? എയ്ഡ്സ് ആണല്ലേ. എയ്ഡ്സിന്റെ ഫുൾ ഫോം ആരും മറക്കരുത്. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞ മക്കളെ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിന്റെ ഫുൾ ഫോം ആരും തന്നെ മറക്കരുത്. എന്നോട് പറഞ്ഞ ടീച്ചർ കൂടെ പറഞ്ഞിടാ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് കേട്ടാ. അതിനായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ്. ഇവിടെ തന്നെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെയാണ് ക്വസ്റ്റ്യൻ. എന്താണ്? റൈറ്റ് ദ റീസൺ ഫോർ എന്ററിങ് വേരിയസ് പാത്തോജൻ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എയ്ഡ്സ് വന്ന ഒരുമാതിരി ഗ്രൗണ്ട് പോലെ എല്ലാവരും നമ്മുടെ ബോഡി കയറി അങ്ങോട്ട് അമ്മാനമാടും അല്ലെ. അതാണ് എയ്ഡ്സ് വന്നാലുള്ള പ്രശ്നം. അപ്പൊ ഈ എയ്ഡ്സ് വന്നാൽ എന്തുകൊണ്ടാണ് എല്ലാ പാത്തോജൻസും നമ്മുടെ ബോഡിയിൽ കയറുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന് മലയാളം ഇവിടെ ഉണ്ട് അല്ലെ. എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവന വിശകലനം ചെയ്ത് വിവിധ രോഗകാരികളിൽ പ്രവേശിക്കുന്നതിനുള്ള കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കാരണം എഴുതാം അല്ലെ. എന്താണ്? വേരിയസ് പാത്തോജൻ വിച്ച് എൻ്റർ ദ ബോഡി മേക്ക് ദ സിറ്റുവേഷൻ ഓഫ് എയ്ഡ്സ് മോർ ഫാറ്റൽ. അതായത് ഒരുപാട് പാത്തോജൻ നമ്മുടെ ബോഡിയിലോട്ട് കയറി എയ്ഡ്സിന്റെ ആ ഒരു അവസ്ഥ വഷളാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ, എന്തുകൊണ്ടാണ് എയ്ഡ്സ് വന്നാൽ എല്ലാ പാത്തോജൻസും ബോഡിയിൽ കയറുന്നു പറയണേ? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇതാണ് എല്ലാ പാത്തോജനെയും അകറ്റി നിർത്തണേ അല്ലെ, ഇമ്മ്യൂണിറ്റി സിസ്റ്റം അല്ലെ, പ്രതിരോധ ശേഷി. പക്ഷെ ഈ പ്രതിരോധ ശേഷി ഉണ്ടാവാൻ സഹായിക്കുന്ന ആൾക്കാരാരാ നമ്മള്? ഇറ്റ് ഈസ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി തരണം അല്ലെ. ഈ എയ്ഡ്സ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള രോഗകാരിയാണ് മക്കളെ ആര്? HIV. ആര് മക്കളെ? അത് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇത് നമ്മുടെ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞാല് നേരെ ആര് ചെന്ന് അറ്റാക്ക് ചെയ്യാന്നറിയോ? ആരെയാ മക്കളെ അറ്റാക്ക് ചെയ്യുന്നത്? നമ്മുടെ ലിംഫോസൈറ്റുകളാണ് അറ്റാക്ക് ചെയ്യുക. HIV നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നേരെ ചെന്ന് ആരെ അറ്റാക്ക് ചെയ്യും? നമ്മുടെ ലിംഫോസൈറ്റുകൾ അറ്റാക്ക് ചെയ്യും. ലിംഫോസൈറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവരെ നമ്പർ അങ്ങോട്ട് കുറയ്ക്കും. അങ്ങനെ നമ്പർ കുറഞ്ഞാൽ, ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയും കുറയും. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ HIV നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നേരെ കൊല്ലണ ആരാ? ലിംഫോസൈറ്റുകൾ. ലിംഫോസൈറ്റിനെ കൊന്നു കഴിഞ്ഞാൽ നേരെ ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ഗ്രൗണ്ട് അല്ലേ, കേറാൻ നിരങ്ങുക. അതാണ് അവസ്ഥ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതുകൊണ്ടാണ് എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാ പാത്തോജൻസും കയറി നമ്മുടെ ശരീരത്തിനെ അവിടെ വഷളാക്കും എന്ന് പറയണേ. മനസ്സിലായില്ലേ? ഇത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അവിടെ യെസ് ഓർ നോ ഉണ്ടോ? അവിടെ ഡു യു എഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? അപ്പൊ അവിടെ ഇല്ലാത്തതാണ് നമ്മൾ അവിടെ എന്ത് എഴുതണ്ട? യെസ് ഓർ നോ എഴുതണ്ട. ഇനിയിപ്പോ അവിടെ നിങ്ങൾക്ക് ഡു യു എഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ് തന്നു. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് എഴുതണം? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. നിർബന്ധമായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Based on the symptoms given, identify the disease. Describe the cause of spread and mention the preventive method. അതായത് പറഞ്ഞേക്കണം എന്താ? നമുക്ക് 2 സിംറ്റംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. 2 സിംറ്റംസ് തന്നിട്ടുണ്ട്. ആ സിംറ്റംസ് വെച്ചിട്ട് ഐഡന്റിഫൈ ദ ഡിസീസ്. ഏതാണ് അസുഖം എന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല. ഡിസ്ക്രൈബ് ദ കോസ് ഓഫ് സ്പ്രെഡ് ആൻഡ് മെൻഷൻ ദ പ്രിവെന്റീവ് മെത്തേഡ് അല്ലെ മെഷേഴ്സ്. ഇത് ഏതാ അസുഖം എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണവും എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതിന്റെ കുറച്ച് മെഷേഴ്സും, എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതിന്റെ കാരണം നമ്മൾ എന്ത് ചെയ്യണം? എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി ആ ഒരു സിംറ്റം നന്നായിട്ട് വായിച്ചാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് തന്നിരിക്കുന്നത്? ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ബിലിറൂബിൻ ഇൻ ബ്ലഡ്. രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അത് കൂടാണ്ടോ യെല്ലോ കളർ ഇൻ ദ വൈറ്റ് ഓഫ് ഐ ആൻഡ് നെയിൽ. നമ്മുടെ കണ്ണിലും നഖത്തിലൊക്കെ വെള്ള ഭാഗത്ത് എന്തായിട്ട് മാറുന്നു? മഞ്ഞയായിട്ട് മാറുന്നു. അപ്പൊ തന്നെ എല്ലാവർക്കും കിട്ടിയല്ലേ ഏതാ അസുഖം എന്ന് പറഞ്ഞോ? ആ അസുഖത്തിന്റെ പേരാണ് എന്ത്? ഹെപ്പറ്റൈറ്റിസ്. എന്താ പറയേണ്ടത്? ഹെപ്പറ്റൈറ്റിസ്. കിട്ടി, അസുഖത്തിന്റെ പേര് കിട്ടി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ? ഡിസ്ക്രൈബ് ദ കോസ് ഓഫ് സ്പ്രെഡ്. എങ്ങനെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാം? എങ്ങനെ മക്കളെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം? എങ്ങനെയൊക്കെ ഇത് പരക്കാം? 3 വഴിയാണ് ഇത് പരക്കുക അല്ലെ. ഒന്നെങ്കിൽ വൃത്തിയില്ലാത്ത ഭക്ഷണവും വെള്ളവും, അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് വഴി, നമ്മുടെ ബ്ലഡ് രക്ത കമ്പോണൻസ് വഴി, അല്ലെങ്കിലോ നമ്മുടെ എക്സ്ക്രീറ്റ വഴി അല്ലെ. ഈ 3 രീതിയിൽ കൂടെയാണ് എന്ത് പകരുന്നത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം പകരം. മൂന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? മെൻഷൻ ദ പ്രിവെന്റീവ് മെത്തേഡ്. എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ള മാർഗങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൃത്തിയില്ലാത്ത ഭക്ഷണം വെള്ളവും കഴിക്കാണ്ടിരുന്നാ പോരെ? നല്ല വൃത്തിയുള്ള ഭക്ഷണവും അതേപോലെ തന്നെ നല്ല ചൂടുള്ള വെള്ളവും എന്ത് ചെയ്യുക? എപ്പോഴും കുടിക്കാനായിട്ട് ശ്രമിക്കാം. എപ്പോഴും ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. വൃത്തിയായിട്ട് എപ്പോഴും നടക്കുക, വൃത്തിയുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക, വൃത്തിയുള്ള സാധനങ്ങൾ മാത്രം കുടിക്കുക. ഓക്കെ, അപ്പൊ എന്റെ ആൻസർ ടീച്ചറുടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി വെക്കാട്ടോ. ഓക്കെ, ഇതിനകത്ത് 2-3 പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ആൻസർ എഴുതാനാ പറഞ്ഞേക്കുന്നത് അല്ലെ.
ക്യാൻസർ ഈസ് ക്ലോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ. സെല്ലിന്റെ അൺകൺട്രോൾഡ് ഡിവിഷൻ ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖത്തിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ? സെൽ ഇങ്ങനെ അൺകൺട്രോൾ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല അതിന്റെ ഡിവിഷൻ. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ മക്കളെ? വേറൊന്നുമല്ല, അത് നശിച്ചു പോയതുകൊണ്ടാണ് അല്ലേ? നമ്മുടെ കൺട്രോൾ സിസ്റ്റം, നമ്മുടെ സെൽ ഡിവിഷന്റെ ആ ഒരു കൺട്രോൾ സിസ്റ്റം എന്തായി പോയി? ഫെയിൽ ആയിട്ട് പോയി. ഓക്കെ, വർക്കിംഗ് അല്ലാതെ പോയി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യാണ്ട് ഇങ്ങനെ സെൽ ഇങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ജസ്റ്റ് ടീച്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വെൻ ദ കൺട്രോൾ സിസ്റ്റം ഓഫ് സെൽ ഡിവിഷൻ ഫെയിൽ. സെൽ ഡിവിഷന്റെ ആ ഒരു കൺട്രോൾ ചെയ്യുന്ന സാധനം എന്തായി പോയി? ഫെയിൽ ആയിട്ട് പോയി. അടുത്ത ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് കോസിങ് ക്യാൻസർ. ക്യാൻസർ ഉണ്ടാവാനുള്ള 2 കാരണങ്ങൾ എഴുതാൻ അല്ലേ? എന്തൊക്കെയാണ് 2 കാരണങ്ങൾ? നമുക്ക് 3-4 കാരണങ്ങളുണ്ട് അല്ലേ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പരിസ്ഥിതി ഘടകങ്ങള്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, ജനിതക ഘടകങ്ങള്, പിന്നെ കെമിക്കൽസ്, രാസവസ്തുക്കള്, റേഡിയേഷൻ, സ്മോക്കിംഗ്, പുകവലി, ഇതൊക്കെ എന്തിനു കാരണമാണ്? നമ്മുടെ ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണം. ഈ ടീച്ചർ ഒരു കാര്യം പറയട്ടെ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റനാ, ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടും അല്ലേ? പിന്നെയും കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു ക്വസ്റ്റൻ ആയിരിക്കും അല്ലേ? അത് വേറെ ഒന്നുമില്ല, നമ്മുടെ സെൽ ഡിവിഷന്റെ ആ ഒരു കൺട്രോളിങ് സിസ്റ്റം എന്തായി പോയി? ഫെയിൽ ആയി പോയി, അത്രേ ഉള്ളൂ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റനാ. ഇത് തന്നെ വേറെ രീതിയിൽ ചോദിക്കും. ക്യാൻസറിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റൻ നോക്കിയേ മക്കളെ, ഒന്ന് വായിച്ചു നോക്കിയേ. ദ ഏർലി ഡയഗ്നോസിസ് ഇൻ ക്യാൻസർ ഈസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ ദ ട്രീറ്റ്മെന്റ് ആൻഡ് ക്യൂർ. ക്യാൻസറിനകത്ത് നേരത്തെ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ? അതിന്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കാരണം ഇത് നേരത്തെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇതെല്ലാ ഭാഗത്തോട്ടും എന്ത് ചെയ്യും മക്കളെ? സ്പ്രെഡ് ആയിട്ട് പോകും. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നോക്കിയേ, ഹാർട്ടിലോ അല്ലെങ്കിൽ ലങ്സിലാണ് ഉണ്ടായിക്കണം എന്ന് വിചാരിക്കാം. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് മറ്റുള്ള ബോഡി പാർട്സിലോട്ട് എന്ത് ചെയ്യും? സ്പ്രെഡ് ആയിട്ട് പോകും. ഏതൊക്കെ വഴി ഇവർ സ്പ്രെഡ് ചെയ്യുക? 2 വഴിയാണ് ഇവർ സ്പ്രെഡ് ചെയ്യുക. ഒന്നാമതാണ് എന്ത്? ബ്ലഡ്, രക്തം വഴിയും. രണ്ടാമതാണ് മക്കളെ എന്ത്? ലിംഫ്. ഓക്കെ അല്ലേ? ഈ 2 വഴിയും മറ്റുള്ള ഭാഗങ്ങളിലോട്ട് എന്ത് ചെയ്യും? ഇത് പകരും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറയണേ. ഓക്കെ, നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാനായിട്ട് പറ്റും. ഓക്കെ, വൈകിയാലും കുഴപ്പമില്ല, നമുക്ക് ചാൻസുകൾ ഉണ്ട്, പക്ഷെ ചാൻസ് ഭയങ്കര കുറവായിരിക്കും മാത്രം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ ക്യാൻസറിനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ക്യാൻസർ എങ്ങനെയൊക്കെ എന്താ പറയുക ഇല്ലാണ്ടാക്കാം എന്ന് വെച്ചാൽ ആ ട്രീറ്റ്മെന്റുകൾ പറയാൻ മറക്കരുതിട്ട്. ഏതൊക്കെയാണ്? കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അതേപോലെ തന്നെ എന്താണ് സർജറി, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത്, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. തന്നെ അല്ലേ, ആന്റിബയോട്ടിക് ആർ എഫക്റ്റീവ് മെഡിസിൻസ് ഈവൻ ദോ ദെയർ റെഗുലർ യൂസ് ക്രിയേറ്റ് മെനി സൈഡ് എഫക്ട്. ആന്റിബയോട്ടിക് എന്ന് വെച്ചാൽ നല്ലൊരു മരുന്നാണ്, പക്ഷേ എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, റെഗുലർ യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്ന പറയണേ. ഓക്കെ, ആർ ആന്റിബയോട്ടിക് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഓൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? വൈ? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ രോഗങ്ങളും. ഇന്ന രോഗം എന്നൊന്നുമില്ല, എല്ലാ രോഗങ്ങൾക്കും ആന്റിബയോട്ടിക് നല്ലതാണോടാ? അല്ല. ആർ ആന്റിബയോട്ടിക് എന്ന് വെച്ചാൽ അവിടെ എന്ത് ഉദ്ദേശിക്കണേ? യെസ് ഓർ നോ ആണ്. അപ്പൊ അവിടെ എന്ത് എഴുതണം? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. നിങ്ങൾ പറഞ്ഞ മക്കളെ, ഇവിടെ എന്താ? യെസ് ഓർ നോ ഏതാണ് വരാ? നോ ആണല്ലേ വരുന്നത്. കാരണം ആന്റിബയോട്ടിക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരു പ്രത്യേക കാറ്റഗറിക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഏത് കാറ്റഗറിക്കാണ് മക്കളെ യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബാക്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയൽ രോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മെൻഷൻ എനി 2 സൈഡ് എഫക്ട്സ് ഓഫ് ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക്കുകളുടെ ഏതെങ്കിലും 2 പാർശ്വഫലങ്ങൾ സൂചിപ്പിക്കുക. നമ്മൾ 3 പഠിച്ചിട്ടുണ്ട് അല്ലേ? ടീച്ചർ 2 എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ആൻഡ് റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വൈറ്റമിൻസിനൊക്കെ ഇല്ലാണ്ടാക്കും. അതേപോലെ തന്നെ നല്ല നല്ല ബാക്ടീരിയസിനെ കൊന്നും കളയും. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഹിന്റ് റിലേറ്റഡ് ടു RNAs ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. മക്കളെ, ഈ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ഷൻ ഓഫ് ജീൻ ആണ് കേട്ടാ. ആക്ഷൻ ഓഫ് ജീൻ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ എന്തായിട്ട് അറിയപ്പെടാറുണ്ട്? പ്രോട്ടീൻ സിന്തസിസ് എന്നും ഓൾസോ അറിയപ്പെടാറുണ്ട്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് എന്ന് ചോദിച്ചാലും ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? കൺഫ്യൂഷൻ വരാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? ഇനി പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് RNAസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. RNAകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്യാരീസ് മെസ്സേജ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള മെസ്സേജുകളെ ക്യാരി ചെയ്യുക, കൊണ്ടുപോവുക. ആരെ മക്കളെ അങ്ങനെ കൊണ്ടുപോകണത്? എല്ലാവർക്കും അറിയാം അല്ലേ? അടുത്തത്, ക്യാരി അമിനോ ആസിഡ് ടു റൈബോസോം. റൈബോസോമിലോട്ട് അമിനോ ആസിഡിനെ കൊണ്ടുപോവുക.
അതും എല്ലാവർക്കും അറിയാം ആരാന്നല്ലേ. ഓക്കെ, വിച്ച് RNAs are indicated as 1 and 2? പറഞ്ഞ മക്കളെ, ഏതാണ് ഇവിടെ 1 എന്ന് പറഞ്ഞ അറിയപ്പെട്ടുള്ളത്? ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് mRNA. mRNAയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേടാ, ഇറ്റ് ഈസ് മെസ്സഞ്ചർ RNA. ഇനി രണ്ടാമത്തെ ആണെങ്കിലോ ഏതാന്ന് പറഞ്ഞേ? അമിനോ ആസിഡിനെ കൊണ്ടുപോകണം ആരാന്നൊന്ന് പറയണ മക്കളെ? ഇറ്റ് ഈസ് tRNA. tRNAയുടെ ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫർ RNA. കിട്ടി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഫ്രം വേർ ദ RNA ഇൻഡിക്കേറ്റഡ് ആസ് 1 ഫോംഡ്. എവിടെ നിന്നാണ് ഒന്നാമത്തെ RNA ഉണ്ടായി വരുന്നത്? ഒന്നാമത്തെ RNA ഏതാ? mRNA ആണ്. അപ്പൊ നോക്കി, ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ കിട്ടിയാലാണ് ബി ക്വസ്റ്റ്യൻ ശരിയാവുള്ളൂ. എ ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ അല്ലേ പറഞ്ഞേ? കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ആണ് ട്ടാ. ഓക്കെ, അപ്പൊ നോക്കിയേ, mRNA എവിടെ നിന്നാണ് ഉണ്ടായി വരുന്നത് വെച്ചാൽ എന്ത് പറയണം? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം DNA. mRNA ഫോംഡ് ഫ്രം DNA. DNAയിൽ നിന്നാണല്ലേ ഉണ്ടായി വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് RNA ഇസ് നോട്ട് മെൻഷൻഡ് ഹിയർ. ഇവിടെ താഴെ പറയാത്തത് ഏത് RNA ആണ്? നമുക്ക് 3 RNA പഠിക്കാണ്ട് അല്ലേ? mRNA, tRNA, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, rRNA. rRNAയുടെ ഫുൾ ഫോം എന്താ? rRNAയുടെ ഫുൾ ഫോം ആണ് റൈബോസോമൽ RNA. പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന RNA. ഓക്കെ, ഇനി നെയിം ദ സെൽ ഓർഗനൽ ഇൻ വിച്ച് ദിസ് RNA ഇസ് ഫൗണ്ട്. എവിടെയാണ് ഈ RNA കാണപ്പെടുന്നത് ചോദിച്ചേക്കുന്നത്? ഏത് RNAയിലാണ് മക്കളെ? അല്ല, ഏത് സെൽ ഓർഗനൽസിലാണ് മക്കൾ ഇതിനെ കാണപ്പെടുന്നത്? rRNA എന്നുള്ള ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, റൈബോസോമൽ RNA എന്നാണ്. ഇപ്പൊ എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ റൈബോസോമിലാണ് കാണപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇസ് ഫൗണ്ട് ഇൻ ദ റൈബോസോം. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 3 എണ്ണം എന്ത് ചെയ്യണം? ശരിയാക്കണം. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇതാണ് എന്റെ ഫിഗർ, ജസ്റ്റ് നോക്കി വെക്കാട്ടാ. ഈ ഒരു ഫ്ലോ ചാർട്ടും പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, mRNA ഫോം ഫ്രം DNA, mRNA റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്, mRNA റീച്ചസ് റൈബോസോം, പിന്നെന്താ tRNA bring different kinds of amino acid. Last one ആണ് എന്ത്? based on the informations in mRNA proteins are synthesized. ഈ ഒരു ഓർഡറിൽ പഠിക്കാട്ടാ. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാനായിട്ട് നമ്മുടെ ഹാഷ്മി ചേച്ചി വെയിറ്റ് ചെയ്തിക്കാണ്. ഹാഷ്മി ടീച്ചർ വെയിറ്റ് ചെയ്തിക്കാണ്. എല്ലാവരും എന്ത് ചെയ്യുക? ഹാഷ്മി ടീച്ചർ വിളിക്കാം. ഓക്കെ, ടീച്ചർ വന്നോളൂ.